കലൂർ സ്റ്റേഡിയം നവീകരണത്തിൽ ഗുരുതരമായ വീഴ്ച. മേൽക്കൂരയുടെ നിർമ്മാണം തട്ടിക്കൂട്ടെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. കനത്ത മഴയിൽ ചോർന്നൊലിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ കലൂർ സ്റ്റേഡിയം. പുതിയ ചെയറുകൾ സ്ഥാപിക്കുന്നതിന് പകരം പഴയ ചെയറുകളിൽ പെയിന്റ് അടിച്ചും തട്ടിപ്പ് നടത്തിയിരിക്കുകയാണ്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, എന്താണ് ഇവിടെ നടക്കുന്നത്? ശംഭവോ, അങ്ങനെ ചോദിച്ചു പോകുന്ന തരത്തിലുള്ള കാഴ്ചകൾ തന്നെയാണ് നമുക്ക് പുറത്തു വരുന്നത്. കാരണം രാജ്യാന്തര നിലവാരത്തിൽ സ്പോൺസറും GCDയും കൂടി നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി എന്ന് പറയുന്ന അതേ സ്റ്റേഡിയത്തിൽ, അതായത് മെസ്സിക്കായി എല്ലാ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും അന്താരാഷ്ട്ര നിലവാരത്തിൽ ഒരുക്കി എന്ന് പറയുന്ന അതേ ഒരു സ്റ്റേഡിയത്തിലാണ് ഈ ഒരു മഴയിൽ ഇത്രയധികം വെള്ളം കുത്തിയൊലിച്ച് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അത് ഒരു ട്രോൾ മഴയായി തന്നെ പെയ്തിറങ്ങുകയാണ്. ഈ ഒരു സംഭവത്തിന് ശേഷം സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ ദൃശ്യങ്ങൾ പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം 70 കോടി രൂപയാണ് ഇത്തരം നവീകരണ പ്രവർത്തനങ്ങൾക്കായി മുടക്കി എന്ന് പറയുന്നത്. ഈ 70 കോടി രൂപ എന്തിനാണ് മുടക്കിയത് എന്ന ചോദ്യം അവിടെ പ്രസക്തമായി ബാക്കി നിൽക്കുകയും ചെയ്യുന്നു. മേൽക്കുര ഈ രീതിയിലാണ് നിർമ്മിച്ചത് എങ്കിൽ എങ്ങനെയാണ് ഇത്രയധികം പണം ചെലവഴിക്കുന്നത്? ISL 2026 സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഹോം മത്സരങ്ങൾ ഇന്ന് കലൂർ സ്റ്റേഡിയത്തിൽ നടക്കാനിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് വീണ്ടും മഴ പെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും മത്സരം നടക്കുക എന്നത് ഒരു ചോദ്യം തന്നെയാണ്. കാരണം ഈ വൈകുന്നേരം മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. മഴ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇതേ രീതിയിൽ വെള്ളം കുത്തിയൊലിച്ച് വരും. ഇന്നലെ അവിടെ ജോലിക്കായി എത്തിയ ഇതര സംസ്ഥാന തൊഴിലാളികൾ അവിടെ എത്തുമ്പോഴാണ് ഈ മഴയിൽ ഈ ഒരു അവസ്ഥ കണ്ടത്. അവരാണ് മറ്റ് ആളുകളോടെല്ലാം തന്നെ ഈ സാഹചര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും അവരെ വിളിച്ച് പറയുകയും എല്ലാം തന്നെ ചെയ്തത്. നിരവധി ട്രോളുകൾ, അത് മെസ്സിയെ കൊണ്ടുവരുമെന്നായിരുന്നു പറഞ്ഞത്. മെസ്സിക്ക് ഒരുക്കിയ ഒരു സ്റ്റേഡിയത്തിൽ, മെസ്സിക്ക് കളിക്കേണ്ട ഒരു നിലവാരത്തിൽ ഒരുക്കിയ സ്റ്റേഡിയം ഇങ്ങനെയാണ് എങ്കിൽ മറ്റ് സംവിധാനങ്ങളുടെയും സൗകര്യങ്ങളുടെയും എല്ലാം തന്നെ സ്ഥിതി എന്തായിരിക്കും എന്നതും ഏറ്റവും പ്രധാനമാണ്. ഇങ്ങനെ ഈ ഒരു ചെറിയ മഴ, അല്ലെങ്കിൽ സാധാരണ നിലയിൽ പെയ്യുന്ന ഒരു മഴയത്ത് പോലും ഇങ്ങനെ ചോർന്നൊലിക്കുന്ന ഘട്ടം, അത് പൂർണ്ണമായും തന്നെ അതിൻ്റെ നിർമ്മാണത്തിൽ വലിയ വീഴ്ചകൾ സംഭവിച്ചു എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നതും. അതിനൊപ്പമാണ് ഈ ചെയറുകൾ എല്ലാം തന്നെ പെയിന്റ് അടിക്കുന്ന കാര്യത്തിലുണ്ടായിരുന്നത്. കാരണം പഴയ ചെയറുകൾക്കാണ്, നിറം മങ്ങിയ ചെയറുകൾക്കാണ് പെയിന്റ് അടിക്കേണ്ടത് എങ്കിൽ പുതിയ ചെയറുകളിൽ തന്നെ വീണ്ടും പെയിന്റ് അടിച്ച് പോയിട്ടുമുണ്ട്. ഇങ്ങനെയെല്ലാമാണ് കലൂർ സ്റ്റേഡിയത്തിലെ ജോലികൾ, നവീകരണ പ്രവർത്തനങ്ങളെല്ലാം നടന്നത് എന്നതിൻ്റെ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. യെസ്, എന്തായാലും മെസ്സിയെ വരവേൽക്കാൻ വേണ്ടി ഒരുക്കിയ സ്റ്റേഡിയത്തിൻ്റെ ഒരു ദാരുണമായ അവസ്ഥയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ജിജീഷ് പങ്കുവച്ചത്. മെസ്സി കേരളത്തിലേക്ക് വരാത്തത് നന്നായെന്ന് ഇപ്പോൾ പറയേണ്ടി വരും. കാരണം മെസ്സി ആരാധകർ പോലും ഒരു പക്ഷേ മൂക്കത്ത് വിരൽ വെച്ച് പോകുന്ന കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്.